ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വാട്ട് ഈറ്റിൻ്റെ കണ്ടാലോ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും ഗ്രീൻ പീസ് കറി ആട്ടോ. പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ടുള്ള ഒരു കൊതിയായിരുന്നു എനിക്ക് നൂൽപുട്ട് കഴിക്കണമെന്ന്. ഏട്ടൻ കടയിൽ നിന്നൊക്കെ വാങ്ങി തരുമായിരുന്നു, പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ. ഇവിടെ പിന്നെ തലേ ദിവസം രാത്രി തന്നെ അമ്മേനോട് ചോദിക്കും എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയും മതിയെന്ന്. 9 മാസമായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ച് കൊതിച്ച സാധനം ഈ ചൂടവിടെ ഇങ്ങനെ കഴിക്കുമ്പോണ്ട് എൻ്റെ സവറേ ഒരു സുഖം. അങ്ങനെ എൻ്റെ മനസ്സും നിറഞ്ഞു, വയറും നന്നായിട്ട് നിറഞ്ഞു. കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഞാനാണ് അന്ന്. നൂൽപുട്ടാന്ന് കണ്ട പാടെ നൂൽപുട്ട് കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ പോയി കുളിക്കുന്നത്. അത് കഴിഞ്ഞ് രാവിലെ തന്നെ ഞാൻ മുട്ട പുഴുങ്ങിയത് കഴിക്കും കേട്ടോ. ഏട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേ ഏട്ടൻ രാവിലെ വൈകുന്നേരം മുട്ട പുഴുങ്ങിയത് തരുമായിരുന്നു. അതിപ്പോഴും നിർത്താതെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുപ്പി വെള്ളം ഞാൻ കുടിക്കും കേട്ടോ, 2 ലിറ്ററിൻ്റെ ബോട്ടിൽ. ആ 2 ലിറ്റർ ഞാൻ കുടിച്ച് തീർത്താലും പിന്നെ ഒരു 1/2 ലിറ്ററും കൂടെ അതിലാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കുടിക്കലുണ്ട് കേട്ടോ. പിന്നെ 2 ബിസ്ക്കറ്റ് കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് ടൈമായി. ലഞ്ചിന് പിന്നെ കഴിക്കാൻ കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു, രാവിലത്തെ ഗ്രീൻ പീസ് കറി. എനിക്ക് ഗ്രീൻ പീസ് കറി ഒക്കെ കൂട്ടി ചോറുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഉണക്കമീൻ വറുത്തതുണ്ടായിരുന്നു, കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു. നല്ല കൂട്ടി കഴിച്ചൊരു പിടിയും പിടിച്ച് എൻ്റെ വാട്ടർ ബോട്ടിലെ വെള്ളം പിന്നെ റീഫില്ല് ചെയ്യാനായി കേട്ടോ. ഞാൻ പോയി നോക്കുമ്പോൾ അച്ഛൻ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവളുടെ സൈഡിൽ ഞാനും പോയി കുറച്ച് നേരം കിടന്നു. അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ അമ്മച്ചൻ പയ്യോളി മിച്ചർ കൊണ്ടുവന്നിരുന്നു, അതിരുന്ന് കഴിച്ചു. പിന്നെ അമ്മ കടയിൽ പോയി വന്നപ്പോൾ ഒരു മിൽക്കിൻ്റെ മിഠായി കൊണ്ടുവന്നു, അത് കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അച്ഛൻ പാലും കൊണ്ട് വന്നു, പാൽ ചായയും പിന്നെ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഈ സാധനമില്ലേ, അതും കഴിച്ചിട്ടോ. മുട്ടയും ഗ്രീൻ പീസും ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. അങ്ങനെ ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ ഡിന്നറും കഴിച്ചിട്ടോ. ചിക്കനും ഉള്ളിയും തൈരൊക്കെ കൂട്ടി അതൊരു പിടി പിടിച്ചു. അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.